എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1747 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ അമൽ ചന്ദ്ര പനക്കൽ, BHMS, PGCCM, NIN ICMR, HRF, NIE ICMR, physician, Aditya Group of Clinics, Cochin, and Sankri Medical Center, Himalayas Base Camp, Uttarakhand. ഡൽഹിയിലെ അപ്പോളോ ആശുപത്രി സംഘടിപ്പിച്ച ന്യൂട്രിപീഡിയക്കോൺ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വ്യക്തിത്വം. വിവിധ സംഘടനകളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ വിവിധ ഭാഷകളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള പ്രതിഭ. 5 വർഷത്തിനകം ചികിത്സാ അനുഭവങ്ങൾ. ഹോമിയോപ്പതി കുടുംബത്തിലെ 2ാം തലമുറയിലെ വ്യക്തിത്വം. സന്ധിവാത ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ അമൽ ചന്ദ്ര പനക്കലിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. ഡോക്ടർ അമൽ ചന്ദ്ര വേറെ ഏതെങ്കിലും ഒരിലാണോ ജോയിൻ ചെയ്തിരിക്കുന്നത്? ആണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. പേര് കാണുന്നില്ല. പറയുമ്പോൾ ഡോക്ടറെ നമ്മുടെ IFPHനെ കുറിച്ച് ഒന്ന് സംസാരിക്കുക. അപ്പൊ ഞാൻ അപ്പോഴത്തേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ ഡോക്ടർക്ക് എന്താ പറ്റിയെന്ന്. നേരത്തെ വന്നിരുന്നെന്ന് തോന്നുന്നല്ലോ. ഒന്നുണ്ടോ? ഇല്ലല്ലോ, ഇതിനകത്ത് പേര് കാണുന്നില്ല. ഇനി വേറെ പേരിലാണ് ജോയിൻ ചെയ്തതെങ്കിലേ. ഇല്ലല്ലോ. ഒരു ഐപാഡ് കാണുന്നു, സാധാരണ ഇല്ലാത്ത. അത് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ഐപാഡ്. അതാണ് സാധ്യത. നമ്മളെ ഗസ്റ്റ് ആണ്. അതെ അതെ, അമൽ ചന്ദ്ര ഡോക്ടറെ സംസാരിക്കാൻ ഞാൻ ഡോക്ടറെ കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഇൻട്രൊഡക്ഷൻ ഇപ്പൊ കഴിഞ്ഞായിരുന്നേ. അറിയാം ഡോക്ടർ വെൽക്കം ചെയ്തിരുന്നു. ഉണ്ട്, കേൾക്കാൻ എന്തോ ഒരു മുഴക്കമുണ്ടോ? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു. കേൾക്കാം, ഒന്ന് സംസാരിച്ചു നോക്കിയേ ഡോക്ടർ. ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമോ? സ്റ്റാർട്ട് ചെയ്യാം. അത് ഒന്നുകൂടെ സന്ധിവാത ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്ന വിഷയത്തെ ക്ലാസ് എടുക്കുന്ന അമൽ ചന്ദ്ര പനക്കൽ ഡോക്ടറിന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു. ഇതിൽ ആക്ച്വലി ഞാൻ ആദ്യമേ തന്നെ എനിക്കൊരു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പഴയ PPT പോയി. അപ്പോ ഈ പ്രാവശ്യം പവർ പോയിന്റ് ഇല്ലാതെ ഉള്ളൊരു ക്ലാസ് ആയിരിക്കും. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ ഒരു വിഷയം ഉണ്ട്. ഞാൻ ഇത് എന്റെ അടുത്ത് മിനിഞ്ഞാന്നായിരുന്നു ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് PPT ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അത് കാണുന്നില്ല. സോ അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. യെസ്. സോ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് ഹലോ സോ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് ഞാൻ എന്റെ പേഴ്സണൽ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജസ്റ്റ് മെഡിക്കേഷൻസ് കൊണ്ട് മാത്രം ഇത് അപ്രോച്ച് ചെയ്യണത് ഒരു മണ്ടത്തരമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതൊരു മൾട്ടിപ്രോങ്ഡ് അപ്രോച്ചിലൂടെ വളരെ വളരെ രീതിയിൽ നമുക്ക് പേഷ്യന്റിന് റിലീഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന്റെ അടുത്തൊക്കെ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ മെഡിസിനോടൊപ്പം തന്നെ
നമ്മ ഒരു പ്രോപ്പർ ഡയറ്റ് പ്ലാനും കൊടുക്കും. ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ്, അത് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ ചില യോഗ, ആർത്രൈറ്റിസിന് യോഗ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് അറിയാവുന്ന ആരെങ്കിലും യോഗ പ്രാക്ടീഷണേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ യൂട്യൂബ് വീഡിയോസ് അതിന്റെ ഇതൊക്കെ ചോദിച്ചിട്ട് ആ വഴി ഒന്ന് അതും കൂടെ വെച്ചിട്ട് ഈ 3 സംഭവം കൂടെ ഉള്ള ഒരു അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന് നമുക്ക് വളരെയധികം റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ടു സ്റ്റാർട്ട് മൈ പ്രസന്റേഷൻ, വാട്ട് ഇസ് ബേസിക്കലി RA എന്ന് ഇപ്പോൾ ഇവിടെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഇസ് എൻ autoimmune condition where the immune system ഐഡന്റിഫൈസ് നമ്മളുടെ ബോഡിയിലുള്ള സൈനോവിയൽ മെംബ്രെയിൻസിനെ ഫോറിൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഇതിന്റെ തുടക്കം വരുന്നത്. ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ്. ടിഷ്യൂസിനെയും ഓർഗൻസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാമെങ്കിൽ പോലും കൂടുതലും ആ ജോയിന്റ്സിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത്, ഇൻഫ്ലമേറ്ററി സൈനോവൈറ്റിസ് ആയിട്ട്. പിന്നെ ഇതിൽ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി, ഇൻഹെറിറ്റഡ് ടൈപ്പ് മേജർ ഹിസ്റ്റോകമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് ആന്റിജൻ, MHC ആന്റിജൻ എന്ന് പറയാം, ആന്റിജൻ ഉള്ളത്. പിന്നെ ക്രോണിക് സ്മോക്കേഴ്സ്, ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻസ്, ഹെർപ്പിസ് സിംപ്ലെക്സ് അല്ലെങ്കിൽ എപ്സ്റ്റീൻ ബാർ വൈറസ് ഒക്കെ വരുന്നവര്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഈ 4-5 കാര്യങ്ങളാണ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഇതില് എനിക്ക് വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സത്യം പറഞ്ഞാൽ കുറെ മിസ്ഡയഗ്നോസ്ഡ് ആയിട്ട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതായത് ശരിക്കും അവർക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒന്നും ആവണമെന്നില്ല. ചിലപ്പോൾ അവർ വളരെ വല്ല ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ അത്രയും കോമ്പറ്റന്റ് അല്ലാത്ത ആൾക്കാരുടെ അടുത്തോ പോയിട്ട് ഒരു പ്രോപ്പർ ഡയഗ്നോസ്റ്റിക്സ് ചെയ്യാതെ വളരെ ഇതായിട്ട് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെന്ന് പറഞ്ഞു വിടുന്ന ഒരുപാട് കേസുകളും കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 3:1 റേഷ്യോയില് സ്ത്രീകൾക്കാണ് കൂടുതൽ വരാറുള്ളത്. 3:1 റേഷ്യോ ഇസ് ദ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. ഈവൻ തോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും എഫക്റ്റഡ് ആവാം എന്നുണ്ടെങ്കിൽ പോലും ഒരു പീക്ക് ഏജ് എന്ന് പറയുന്നത് ഒരു 45 to 65 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. ഓൺസെറ്റ് വേണമെന്നുണ്ടെങ്കിൽ 20 to 45 ഇടയിലും തുടങ്ങാം. 75% ആൾക്കാരും ഇത് വരുന്നത് സ്ത്രീകൾക്കാണ്. പിന്നെ ഇതിന്റെ പാത്തോഫിസിയോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. TN ബീറ്റ സെൽ പ്രോലിഫറേഷൻ ഉണ്ടാവുന്നു സൈനോവിയൽ ലൈനിങ്ങിൽ. അപ്പൊ അവിടെ ബീറ്റ സെൽ പ്രോലിഫറേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അവിടെ ന്യൂട്രോഫിൽ അക്യുമുലേഷൻ വരുന്നു. അപ്പോ അതിൽ ഇൻഫ്ലമേഷൻ ആവുന്നു. അപ്പോ അവിടെ ഒരു പാനസ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഗ്രാനുലേഷൻ ടിഷ്യൂ ഫോം ആയി സൈനോവിയൽ മെംബ്രെയിനിൽ നിന്ന് സ്പ്രെഡ് ആയി അത് ജോയിന്റിലേക്ക് വന്ന് ഇതുപോലെ പെയിൻ സ്റ്റാർട്ട് ആവുന്നു. പിന്നെ അങ്ങനെയാണ് ബോൺ ഇറോഷനും ബാക്കി കാര്യങ്ങളൊക്കെ സംഭവിച്ച് കാർട്ടിലേജിലും ഒക്കെ കയറി പിന്നെ ജോയിന്റ് ഇൻസ്റ്റബിലിറ്റി, ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഒക്കെ വന്ന് ഇതാണ് അതിന്റെ ഒരു പാത്തോളജി എന്ന് പറയപ്പെടുന്നത്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ വളരെ എന്താ പറയാ, ഈ ഇനീഷ്യലി എന്താ പറയാ ഹാൻഡ്സ് ആണ് ഇനീഷ്യലി ഏറ്റവും കൂടുതൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് കാരണം അഫക്റ്റഡ് ആവുന്നത്. ജോയിന്റ്സ് ആർ സ്വോളൻ, ടെൻഡർ, റെഡ് എക്സെട്ര വെൻ സ്ക്വീസ്ഡ്. ഇത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ വളരെയധികം റിലൈ ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആന്റിജൻ ടെസ്റ്റ് അത്ര കംപ്ലീറ്റ്ലി റിലയബിൾ ഒന്നല്ല. അപ്പോ ഫിസിക്കൽ എക്സാമിനേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഈ ഹാൻഡിൽ തന്നെ ആ ജോയിന്റ്സിൽ ആ സൈനോവിയൽ മെംബ്രെയിന്റെ തിക്കനിങ് കാരണം സൈനോവിയൽ ഫ്ലൂയിഡ് ഇറങ്ങിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ സ്വാൻ നെക്ക് ഡീഫോർമിറ്റി, ഇതൊക്കെ കോളേജിൽ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഈ ഇന്റർഫലാഞ്ചൽ ജോയിന്റിൽ ഇങ്ങനെ ഫ്ലെക്സ്ഡ് ആയിട്ടിരിക്കുന്നതിനാണ് ഈ സ്വാൻ നെക്ക് ഡീഫോർമിറ്റി എന്ന് പറയുന്നത്. ഈ സാധനം ഇതൊക്കെ ടെൽ സൈൻസ് ആണ്. ഈ സ്വാൻ നെക്ക് ഡീഫോർമിറ്റി തന്നെ ഫിംഗർ ടെൽ സൈൻ ആണ്. അത് ബേസിക്കലി ഇതാണ്, സിമ്പിൾ ഫ്ലക്ഷൻ ആയിട്ട് ഇങ്ങനെ നിന്ന് എക്സ്റ്റൻഷൻ നടക്കാത്ത ഒരു സാഹചര്യത്തിനാണ് മാലറ്റ് ഫിംഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ തമ്പിന്റെ സിവിയർ ആയിട്ട് തമ്പ് ഹൈപ്പർ എക്സ്റ്റൻഡ് ആയിട്ട് ഇരിക്കുന്നതും ഒരു സിംറ്റം ആണ്, ഒരു ടെൽ സൈൻ ആണ്. ഞാൻ ഇത് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് കണ്ടിട്ടുണ്ട്. അത് സൗത്ത് ഇന്ത്യനെക്കാളും കൂടി നോർത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഒരുപാട് പേര് വളരെ റാൻഡം ആയിട്ട് പേഷ്യൻസ് ഒക്കെ വന്നിട്ട് പറയും ഐ എം സഫറിംഗ് ഫ്രം റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. പക്ഷെ നമ്മളെ ഡയഗ്നോസ്റ്റിക്സോ ബാക്കി കാര്യങ്ങളോ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒന്നും ആയിരിക്കുന്നൊന്നുമില്ല. അവർക്ക് വളരെ വല്ല നിസ്സാര വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഒബ്വിയസ്ലി അതിന്റെ സിംറ്റംസും ബാക്കി കാര്യങ്ങളൊക്കെ ഫറ്റീഗ്, ജോയിന്റ് പെയിൻ, ടെൻഡർനെസ്, സ്വെല്ലിംഗ്, റെഡ്നെസ്, അതായത് ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാവും. അത്രയൊക്കെ തന്നെ ഉള്ളൂ.
പിന്നെ റേഞ്ച് ഓഫ് മോഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് പേഷ്യന്റ് പറയുമ്പോൾ തന്നെ നമുക്കത് ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. പിന്നെ ഉള്ളൊരു കാര്യമായിരിക്കും, അതായത് ബോഡിയുടെ രണ്ട് സൈഡ് ജോയിന്റ്സ് ഇത് ചെയ്തിട്ടുണ്ടാവും, എഫക്റ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതിൽ തന്നെ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്റേയിൽ എന്ന് പറയുമ്പോഴത്തെ എക്സ്റേ നോക്കാം, MRI നോക്കാം, അൾട്രാസൗണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതില് RF-ഉം ACPAS-ഉം, അതായത് റൊമറ്റോയിഡ് ഫാക്ടറിൽ ഇപ്പോ റൊമറ്റോയിഡ് ഫാക്ടർ ലൈക്ക് വി സെഡ് ഏർലിയർ 100% നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് കുഡ് ബി നെഗറ്റീവ് RF വെച്ചിട്ട് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യന്റിന് പോകണം. അത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയ ആദ്യത്തെ വർഷത്തിലാണ് കൂടുതൽ ഇത് കാണപ്പെടുന്നത്. RF നോക്കുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആയിട്ട് കാണും. പിന്നെ അതുപോലെ തന്നെ ACPS, ആന്റി സിട്രിലേറ്റഡ് പ്രോട്ടീൻ ആന്റിബോഡീസ്, അത് RF പോലെ തന്നെ പോസിറ്റീവ് ആവുന്ന കേസുകളിൽ മാത്രമേ ഇത് പോസിറ്റീവ് ആവത്തുള്ളൂ. അപ്പോ ഈ സാധനം ഇത് കുറച്ചും കൂടെ ഒരു ഇതായിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു CBC റിപ്പോർട്ട് എടുത്ത് നോക്കി അതില് ഈ പറഞ്ഞ പോലെ ESR, പിന്നെ ഒരു CRP-യും ബ്ലഡ് കൗണ്ടും ബാക്കി RFT LFT ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു റഫായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാവുന്നേ ഉള്ളൂ ഈ കാര്യത്തിന്. പിന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മളിതൊരു ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ ആണെന്നും അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് പെയിൻ കില്ലറും ഓയിൽസും ഇതൊക്കെ ഇന്റർവെൻഷൻസും ഒക്കെ ചെയ്തിട്ട് ഇത് ശരിയാവില്ല എന്നുള്ള സംഭവം നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ബേസിക്കലി സംഭവം ഇതിൽ തന്നെ ഇപ്പോ അക്യൂട്ടും ക്രോണിക്കും ആയിട്ട് തന്നെ ഇൻഫ്ലമേഷനും ഇത് വന്ന് ടിഷ്യൂ ഡാമേജ് ഒക്കെ ഉണ്ടായിട്ട് ഫറ്റീഗും പെയിൻ ടോളറൻസ് ലെവലും ഒക്കെ പേഷ്യന്റിനെ കുറഞ്ഞു പോകും. അപ്പോ ഈ ഫറ്റീഗ് ഉള്ളതുകൊണ്ടും ഈ പെയിൻ ടോളറൻസ് കുറവുള്ളതുകൊണ്ടും ഇവരുടെ സ്ലീപ്പ് കുറയും. അപ്പൊ ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആയതുകൊണ്ട് ഈ കുറച്ച് ബേസിക് ആയിട്ട് ഒരു കണ്ടീഷനിങ്, ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പിന്നെ ന്യൂട്രീഷൻ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഇമ്പയർഡ് ഫിസിക്കൽ മൊബിലിറ്റി, ഇപ്പൊ ഈ റേഞ്ച് ഓഫ് മോഷൻ ഒക്കെ കുറഞ്ഞ് മൊബിലിറ്റി ഒക്കെ കുറഞ്ഞ സ്ഥിതിക്ക് മസിൽ വീക്ക്നെസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ സൈഡിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു സംഭവം ചെയ്യാം. പിന്നെ ഇന്നത്തെ കാലം ആയതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ഇമേജ്, എസ്പെഷ്യലി ഇൻ യങ് പേഷ്യൻസ് ആൻഡ് ഓൾ, വെൻ ദേ ആർ ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അവർക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ബോഡി ഇമേജ് പോകുന്നതും ഒക്കെ വളരെയധികം ഇത് ചെയ്യാന്നേ ഉള്ളൂ. അങ്ങനത്തെ കേസുകളിലൊക്കെ ഇഗ്നേഷ്യ അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ഇൻഡിക്കേറ്റഡ് ആണ് പൊതുവെ. ഇത്രേ ഉള്ളൂ ബേസിക്കലി ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഒരു ഓവർവ്യൂ. ഇനി ഞാൻ ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. അപ്പൊ ഇതിൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെഡിസിൻസ് ഇതിലിപ്പോ എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ഞാനിവിടെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എങ്കിലും ഇതിൽ പൊട്ടൻസീസ്, ഇതിലെങ്ങനെയാണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത്. ഇതില് കൂടുതലും ഫസ്റ്റ് ഒബ്വിയസ്ലി ദ ക്ലാസിക് റെമഡി ഓഫ് ബ്രയോണിയ, ബേസിക്കലി മോഷനും ബാക്കി കാര്യങ്ങളും അതും ഇതൊക്കെ അഗ്രേറ്റ് ചെയ്യുമ്പോൾ ബ്രയോണിയ ഒരു ഹയർ പൊട്ടൻസി 1 in 5 days ബാക്കി 30-200 ഒരു BID ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വ്യത്യാസം വരും. ഇൻഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ചില്ലി ആയിട്ടുള്ള പേഷ്യന്റ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ദ ജോയിന്റ്സ് ആർ ഹോട്ട് ആൻഡ് സോളിഡ്. പിന്നെ ലഡം, ബ്രയോണിയ ലഡം, ഇതൊക്കെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ലഡം എന്ന് പറയുമ്പോഴത്തേക്കും ഗൗട്ടും റുമാറ്റിസം, വെൻ ദി അഫെക്ഷൻ ഇസ് ട്രാവലിംഗ് ഫ്രം ഡൗൺവേർഡ്സ് ടു അപ്വേർഡ്സ്, താഴെ നിന്ന് മേളിലോട്ടുള്ള റുമാറ്റിസം, ലഡം പോൾ, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. ചില്ലി ആൻഡ് യെറ്റ് ദ പെയിൻസ് ആർ ബെറ്റർ ബൈ കോൾഡ് ആപ്ലിക്കേഷൻ. അത് വളരെ ഒരു റെഡ് ലൈൻ ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. ചില്ലി ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ കോൾഡ് ആപ്ലിക്കേഷൻ വെക്കുമ്പോഴത്തേക്കും പെയിൻ അമലോറേറ്റ് ആവുന്നുണ്ട് ലഡം കേസുകളിൽ. അപ്പോ ഇതൊക്കെ വളരെ ക്ലാസിക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഈ പറയപ്പെടുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ കാൽമിയ ലാറ്റിഫോളിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുമാതിരിപ്പെട്ട, അത് ആർത്രൈറ്റിസിന് മാത്രമല്ല എന്ത് പെയിൻ വന്നാലും ഞാൻ ഹൈപ്പറിക്കോൺ കാൽമിയം ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. 200 പൊട്ടൻസി കാൽമിയ കൂടുതലും റൈറ്റ് സൈഡിൽ എന്നൊക്കെ പറയും. ബട്ട് ലൈക്ക് ഐ സെഡ്, പേഴ്സണലി ഐ ഫീൽ ലൈക്ക് എനിക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി, ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റെമഡി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് കാൽമിയ 200 പൊട്ടൻസി. അതൊരു രീതിയിൽ ഈ പെയിൻ മേളിൽ നിന്ന് താഴേക്ക് ട്രാവൽ ചെയ്യുന്ന പെയിനും ഒരു മരവിപ്പും ഒക്കെ ഉള്ളൊരു പെയിന് കാൽമിയ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വളരെ ഈക്വൽ ആയിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. കാൽമിയയുടെ പെയിനിന്റെ ഒപ്പം തന്നെ പാൽപിറ്റേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
പാൽപിറ്റേഷൻ ഉണ്ടാവും, പൾസ് വീക്ക് ആയിരിക്കും, അൾനാർ നെർവിൽ ഒരു പെയിന്. ഇതൊക്കെ കാൽമിയയുടെ റെഡ് ലൈൻ സിംറ്റംസ് ആണ്. ഞാൻ കാൽമി ഇത്ര അടുത്ത് പറയാൻ ഞാൻ വീണ്ടും പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിപ്പോ കൈവേദന, കാൽവേദന, ഒരുമാതിരിപ്പെട്ട എന്ത് വന്നാലും ഞാൻ കാൽമിയം ഹൈപ്പറിക്കോം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ള ഒരു പതിവുണ്ട്. ആൻഡ് എനിക്ക് പേഴ്സണലി ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇൻ അഡീഷൻ ടു ഓൾ ദിസ്, ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ റെസ്റ്റോക്സ്, നമ്മൾ ബ്രൈമിലടൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി റെസ്റ്റോക്സ് പറയാം. ഹൈ പൊട്ടൻസി റെസ്റ്റോക്സ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ മാത്രം 1M 10M ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഒരു 20 ദിവസം PL കൊടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ആർത്രൈറ്റിസ് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ജസ്റ്റ് ഒരൊറ്റ ഡോസ് 1M 10M കൊടുത്തിട്ട് പിന്നെ PL, അതായത് നോട്ട് ഈവൻ മെഡിക്കേറ്റഡ് റെസ്റ്റോക്സ് 30 പൊട്ടൻസിയോ 200 ഒന്നും അല്ലാതെ പിന്നല്ലാതെ പോയിട്ടും ഈ പറഞ്ഞ ഈ സോക്കോൾഡ് ആർത്രൈറ്റിസ് സിംറ്റമാറ്റിക്കലി ദ പേഷ്യന്റ് ഹസ് ബിക്കം ബെറ്റർ. ഇതിൽ ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് വളരെ നല്ലൊരു മെഡിസിൻ ആണ് റുമാറ്റിസം കോസ്ഡ് ബൈ ഡാം വെതർ, വേഴ്സ് ഇൻ ഡാം ക്ലൈമറ്റ്. ഇപ്പോഴത്തെ ഒരു മഴക്കാലത്തിനും എല്ലാത്തിനും മൊത്തത്തിലുള്ള ഒരു സംഭവമാണ്. പിന്നെ കണ്ടിന്യൂസ് മോഷൻ, ഫസ്റ്റ് ഇനീഷ്യൽ മോഷൻ അഗ്രവേഷൻ, കണ്ടിന്യൂസ് മോഷൻ അമിലറേഷൻ, റെസ്റ്റോക്സിന്റെ ആ ഒരു ഫാക്ടറൊക്കെ നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഈ കണ്ടിന്യൂസ് മോഷൻ അമിലറേഷനും ഫസ്റ്റ് മോഷൻ അഗ്രവേഷനും അത് പക്ഷെ ഏതൊരു പേഷ്യന്റിന്റെ അടുത്ത് വെച്ചാൽ അവർ പറയുന്ന ഒരു സിംറ്റമാണ്. അപ്പൊ ചാടിക്ക് റെസ്റ്റോക്സ് കൊടുക്കുന്നതിന് വരും അത് ആ പേഷ്യന്റിന്റെ ആ ഒരു ഡയാത്തസിസും ആ ഒരു നേച്ചറും ആ ഒരു മൊഡാലിറ്റീസും ഒക്കെ നോക്കിയിട്ട് കൊടുക്കുന്ന കുറച്ച്. കാരണം ഇപ്പൊ ഒരു എങ്ങനത്തെ ഒരു ആർത്രൈറ്റിസ് കേസ് വന്നാലും ഈ ഇനീഷ്യൽ മോഷൻ അഗ്രവേഷനും ഇതൊക്കെ അവർ പറയുന്ന ഒരു കേസുകളാണ്. പിന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് കാക്ടസ് ഗ്രാൻഡിഫ്ലോറസ്, അത് ആണെങ്കിൽ പോലും ഈ ഡ്രോപ്സിയും എഡിമാറ്റസും പിറ്റിങ് നോൺ പിറ്റിങ് എഡിമ എക്സ്ട്രിമിറ്റീസിലൊക്കെ എഡിമയൊക്കെ വന്ന് റുമാറ്റിസം അലോങ് വിത്ത് കിഡ്നി എഫെക്ഷൻസ്, ആ കാര്യത്തിനും കാർഡിയാക് റുമാറ്റിസത്തിനും ഒക്കെ കൂടെ വളരെ നല്ലൊരു മെഡിസിൻ ആണ് കാക്ടസ് 13 കൊടുക്കുക. അതുപോലെ തന്നെ കാക്ടസ് നിഞ്ചർ കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. പിന്നെ വളരെ, അതായത് ഇത് ഞാൻ ഇന്നും കൂടെ കൊടുത്തൊരു മെഡിസിൻ ആണ് സ്റ്റെല്ലേരിയ മീഡിയ. സ്റ്റെല്ലേരിയ മീഡിയ ഞാൻ ഇതുവരെ പൊട്ടൻസി യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ടിഞ്ചറാണ് കൊടുക്കാറുള്ളത്. കാരണം എനിക്ക് വളരെയധികം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നമുക്ക് സ്റ്റെല്ലേറിയ ടിഞ്ചർ, അതായത് ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഷിഫ്റ്റിംഗ് പെയിൻസ് ഇൻ ഓൾ പാർട്സ് വിത്ത് സോർനെസ്. എവിടെ കിടക്കുമ്പോഴും നമ്മുടെ ഒരു ആർണിക്കയൊക്കെ പോലെ തന്നെ എങ്ങനെ കിടന്ന് നോക്കിയാലും അതൊരു സോറാണ്, ആ സർഫേസ് സോറാണെന്ന് തോന്നുന്ന പേഷ്യന്റിനൊക്കെ കൊടുക്കാവുന്നതാണ് ഇതിൽ ഇൻഡിക്കേഷൻ പറയപ്പെടുന്നത്. ബട്ട് ഡിസ്പൈറ്റ് ഓൾ ദിസ്, ലൈക്ക് ഐ വുഡ് സേ, ഈ പറഞ്ഞ പോലെ ഈ കാൽമിയം ഹൈപ്പറിക്കോ ഒക്കെ പോലെ തന്നെ ഞാൻ കുറച്ച് വളരെ ഇതായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് സ്റ്റെല്ലേരിയ മദർ ടിഞ്ചർ. ഒരു 12 തുള്ളി 1 ടീസ്പൂൺ വെള്ളത്തിൽ 2 നേരം. ഇനി അഥവാ സ്റ്റെല്ലേരിയ മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 നേരം, അല്ല ഇനി അതിന്റെ കൂടെ കോൾത്തേരിയോ ഗുവാക്കോ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ. പിന്നെ ഡൾ ക്യാമറ, വെരി സിമിലർ ടു റെസ്റ്റോക്സ് വെൻ വി തിങ്ക് അബൌട്ട് ഈ ക്ലൈമറ്റിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും റെസ്റ്റോക്സുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ബേസ്മെന്റ്സിൽ വളരെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ തണുപ്പ് പ്രദേശങ്ങളിലും ഈ കോസ്റ്റൽ ഏരിയാസിൽ കാറ്റും ഈ തണുപ്പൊക്കെ അടിച്ചു കയറുന്ന സ്ഥലങ്ങളിലൊക്കെ ഡൾ ക്യാമറ ഞാൻ പേഴ്സണലി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റഡ് എന്നുള്ള ഒരു രീതിയിലുണ്ട്. പിന്നെ പൾസാറ്റ്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻഡിക്കേഷൻ ഇസ് ബേസിക്കലി പെയിൻ ഇൻ ദ ഹീൽസ് ലൈക്ക് പ്രിക്കിംഗ് ഓഫ് നെയിൽസ്. വളരെ, പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഓപ്പൺ എയർ അമിലറേഷനും ബാക്കി വാം റൂം അഗ്രവേഷൻ അങ്ങനത്തെ മൊഡാലിറ്റീസ് ഒക്കെ വെച്ചിട്ടാണ് കൂടുതൽ പൾസാറ്റ്ല കൊടുക്കാറുള്ളത്. പേഴ്സണലി അധികം സജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇറ്റ് ഇസ് എ വെരി ഗുഡ് റെമഡി ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഗുവാക്കം എനിക്ക് 100% ഉറപ്പാണ് ഇവിടെയുള്ള എല്ലാവരും ഗുവാക്കം വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഗുവാക്കം എന്ന് പറയുമ്പോൾ അതില് റുമാറ്റിസം, ഗൗട്ടും, സിഫിലിറ്റിക് ആൻഡ് ട്യൂബർക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് റെമഡിയാണ് ഗുവാക്കം. അത് ഗുവാക്കം ടിഞ്ചറും കൊടുക്കാം, അതുപോലെ തന്നെ ഗുവാക്കം പൊട്ടൻസിയും വളരെ എഫക്റ്റീവ് ആണ്. The leg and ankle bones are especially affected. Feet in നീസിലോട്ട് ഷൂട്ടിംഗ് പെയിൻ, പിന്നെ ടിബിയും ബാക്കി കാര്യങ്ങളിലൊക്കെ ഉള്ള പെയിന്. പിന്നെ കോൾഡ് ബാത്ത്, കോൾഡ് വാട്ടർ ആപ്ലിക്കേഷൻ, അമിലറേഷൻ ആണല്ലോ ഗുവാക്കത്തിന്. അതോടൊപ്പം തന്നെ വേറൊരു സിംറ്റം ആണ് ഗുവാക്കം ഉള്ള ആ ജോയിന്റ്സിൽ നിന്ന് ഒരു ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ പേഷ്യന്റിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗുവാക്കം വളരെ നല്ലൊരു ഇൻഡിക്കേറ്റഡ് റെമഡിയാണ്. ഇതിപ്പോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഞാൻ ടിഞ്ചറും കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ പൊട്ടൻസി ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ യൂറേറ്റ്സും ആൽബുമിനും ഒക്കെ നമ്മളുടെ യൂറിനിലുണ്ടായിട്ട് ഈ പറഞ്ഞ പോലെ ഗൗട്ട് വന്നിട്ടുള്ള ഒരു പെയിന് ഫോർമിക് ആസിഡ് പൊട്ടൻസി അതും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
They are also worse aggravated by cold climate, പക്ഷേ ameliorated by pressure application, much very similar to bryonia. പിന്നെ ലിഥിയം കാർബും വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും മറ്റേ ഈ യൂറിക് ആസിഡ് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ക്രോണിക് ആയിട്ടുള്ള റൊമാറ്റിസം, സ്മോൾ ജോയിന്റ്സിലുള്ള പെയിൻ, ആക്ടിയാസ്പിക് അറ്റാക്ക് പോലെ തന്നെ ചെറിയ ജോയിന്റ്സിലുള്ള പെയിനാണ് ലിഥിയം കാർബ്. പൊട്ടൻസിയാണ് സാധാരണ കൊടുക്കാറുള്ളത്. അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാൽക്കേരിയ കാർബ് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റിച്ചിങ്, സ്റ്റാബിങ്, ബേണിംഗ് ക്യാരക്ടർ, അത് ഈ പറഞ്ഞ പോലെ നോട്ട് റിലീവ്ഡ് ബൈ റെസ്റ്റ് ഓർ മോഷൻ, ഇരുന്നാലും നടന്നാലും വേദന എന്നൊക്കെ പറയുന്ന പേഷ്യന്റിന് കൊടുക്കാവുന്ന ഒരു മെഡിസിൻ ആണ് കാലിയ കാർബ്. ബാക്ക് പെയിൻ വിച്ച് ഇസ് അക്കംപനീഡ് ബൈ സിവിയർ വീക്ക്നെസ് ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്. അതായത് എന്ത് ചെയ്തിട്ടും വയ്യ, ഇരുന്നിട്ടും നടന്നിട്ടും വേദനയാണ്, ഒന്ന് കിടന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഒട്ടും അത്രയും വീക്കായിട്ട് മലേസ് എന്നുള്ള രീതിയിലൊക്കെ പോകുന്ന പേഷ്യൻസിനാണ് കാലിയ കാർബ് കുറച്ചും കൂടി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. പെയിൻ ഉള്ള പാർട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ കവർ ചെയ്യാത്ത പാർട്ടിലേക്ക് പെയിൻ വരുന്നു എന്നുള്ളത് ഒരു റെഡ് ലൈൻ സിംറ്റം കാലിയ കാർബിന്റെ ഉണ്ട്. അപ്പൊ അത് മനസ്സിൽ വെച്ച് പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും നോക്കുക. അത് 1M പൊട്ടൻസിയാണ് ഇതിൽ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കാലിയ കാർബ്. അത് once in 4 days ഒക്കെ അറ്റ്ലീസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ മതി. ബാക്കി പേര് കൊടുത്തിട്ട് നല്ല റിലീഫ് ഉണ്ടാവും. കാൽക്കേരിയ കാർബ് പിന്നെ ഒബിയസ്ലി ഇത് ഓരോരുത്തരും ഒരു രീതിയിലായിരിക്കും അത് യൂസ് ചെയ്യണത്. അത് അവരവർക്ക് എന്നുള്ള രീതിയിൽ. ബട്ട് അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഡെവലപ്മെന്റ് മര്യാദക്ക് ഉണ്ടാവാത്ത കേസുകളിലും അതുപോലത്തെ ബോണി ടിഷ്യൂസിന്റെ ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ടില്ലാത്തതും, പിന്നെ ഇത് റസ്റ്റോക്സിന്റെ അതേ മൊഡാലിറ്റീസ് തന്നെയാണ് കാൽക്കേരിയ കാർബ്. പിന്നെ അതുപോലെ തന്നെ നോഡുലർ ഗൗട്ട്, ഹാൻഡ്സില്, ഫിംഗേഴ്സില്, നീസിലൊക്കെ നോഡുലർ ഗൗട്ട്. റെസ്റ്റോക്സ് പോലെ തന്നെ കോൺസ്റ്റന്റ് വാക്കിംഗ് റിലീവ്ഡ് ആണ്, അഗ്രവേറ്റഡ് അറ്റ് റെസ്റ്റ് ആണ്, അതുപോലെ തന്നെ വേഴ്സ് ബൈ കോൾഡ് ആണ്. സോ കാൽക്കേരിയ കാർബ് അങ്ങനെ അത് എല്ലാവരും ഓരോരുടെ രീതിയിലായിട്ട് പൊട്ടൻസീസ് ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. പിന്നെ മഗ്നീഷ്യ മൂറ്, ഇതൊക്കെ ഇതിന് ജസ്റ്റ് ഇൻഡിക്കേഷൻ മാത്രമുള്ളൂ. അതായത് വേഴ്സ് ബൈ സിറ്റിംഗ്, ബെറ്റർ ബൈ മൂവിങ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. മഗ്നീഷ്യ മൂറ് പൊട്ടൻസി ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഞാൻ പേഴ്സണലി അധികം യൂസ് ചെയ്യാത്തൊരു മെഡിസിൻ ആണ്, ടു ബി വെരി ഓണസ്റ്റ്. പിന്നെ സാലിസിലിക് ആസിഡ് പൊട്ടൻസി വളരെ നല്ലൊരു മെഡിസിൻ ആണ്. അത് എൽബോ ആൻഡ് നീ ജോയിന്റ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഈ 2 ജോയിന്റ്സിനും ഈ സ്വെല്ലിങ്ങോട് കൂടിയുള്ള ഒരു റൊമാറ്റിസത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് സാലിസിലിക് ആസിഡ് പൊട്ടൻസി. പിന്നെ സ്റ്റിക്റ്റാ പൾമിനോറിയ ഒക്കെ വളരെ റീസെന്റ് ആയിട്ടാണ് ഞാൻ അറിഞ്ഞത്. അത് റൊമാറ്റിസത്തിനൊക്കെ കൊടുക്കാം. ഞാൻ സ്റ്റിക്റ്റാപ്പിയൊക്കെ റെസ്പിറേറ്ററി മാത്രമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് റൈറ്റ് സൈഡ് ഷോൾഡർ ബ്ലേഡിന് ജോയിന്റിനൊക്കെയുള്ള റിസ്റ്റ് ജോയിന്റ്, ആംഗിൾ, നീ ജോയിന്റ്, അതിനൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ജോയിന്റ്സിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, എഡിമ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിക്റ്റാ പൾമിനോറിയ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈ പൊട്ടൻസി 30 കൊണ്ടുള്ള പൊട്ടൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്ലൂയിഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ ബെർബറിസ് വൾഗാരിസ് 200, ഇത് ഈ ബെർബറിസ് ഒക്കെ വളരെ ക്ലാസിക് ആയിട്ടുള്ള മെഡിസിൻ ആണ്. പെയിൻ ഇൻ ദ ഹീൽസ് റിലീഫ് ബൈ പുട്ടിംഗ് മോസ്റ്റ് ഓഫ് ദ വെയിറ്റ് ഓൺ ദ ഹീൽസിലുള്ള പെയിൻ ആ ശരീരത്തിന്റെ കൂടുതൽ വെയിറ്റും അതിലേക്ക് അങ്ങോട്ട് ചവിട്ടുക. പിന്നെ ചെലിഡോണിയം, ടെൻഡർനെസ് ആൻഡ് സ്റ്റിഫ്നെസ്, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് വൈറ്റ് സ്റ്റൂൾസ്. ഒന്നുകൂടെ പറയണേ, കേട്ടില്ല. ബെർബറിസ് ബേസിക്കലി ഹീലില് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബെർബറിസ് 200 പൊട്ടൻഷ്യൽ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ഹീലിൽ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ വെയിറ്റ് മൊത്തം ആ ഹീലിലോട്ട് വെക്കുമ്പോൾ പെയിൻ അമിലോറേറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബെർബറിസ് നല്ലൊരു സിംറ്റം ആണ്. അത് നമുക്ക് റെമഡി സെലക്ഷൻ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചെലിഡോണിയം, റുമാറ്റിസം വിത്ത് എഡിമ, heat, tenderness and stiffness, constipation and white stools. Pain is aggravated by slightest movement or touch. The only relief is constant bathing with hot water. ചെലിഡോണിയം ഒന്നുമില്ല. ചെലിഡോണിയം ഇത്രേ ഉള്ളൂ. നമ്മുടെ പേഷ്യൻസ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് പറയുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ചൂടുവെള്ളം, ഷവറിൽ ചൂടുവെള്ളം തുറന്നിട്ടിട്ട് അതിന്റെ അടിയിൽ നിൽക്കുമ്പോൾ മാത്രം ഒരു ആശ്വാസം ഉണ്ടെന്ന് പറയുന്ന പേഷ്യൻസിന് ചെലിഡോണിയം
CM പൊട്ടൻസി അല്ലാന്നുണ്ടെങ്കിൽ ലോവർ വെച്ച് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. Only red line symptom is that ameliorated by hot water bathing, chelidonium. പിന്നെ ഇതിൽ തന്നെ വേറെ കുറെ മെഡിസിൻസ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുള്ള മരുന്നുകൾ പറയാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇതില് കാലിയൈഡൈഡ് ഒക്കെ റുമാറ്റിക് ഗൗട്ട് അഫക്റ്റിംഗ് എവറി ജോയിന്റ് ഓൾഡ്, അതായത് ദേ ഷുഡ് കീപ് ഓൺ മൂവിങ്. അതായത് അവര് നടന്നുകൊണ്ടേയിരിക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പെയിൻ ഉണ്ടാവും. ഓപ്പൺ എയറിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാലിയൈഡൈഡ് പേഷ്യന്റിന് റിലീഫ് ഉണ്ടാവും. അവര് വെറുതെ ഇരിക്കുമ്പോഴും അവർക്ക് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വന്ന് ഇത്തിരി ബാഡ് ടെമ്പേർഡ് ആയിട്ട് ഇത്തിരി ഇറിറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് കാലിയൈഡൈഡ് പേഷ്യൻസ്. അപ്പൊ ആ ഒരു മെന്റൽ സിംറ്റം വന്ന് അത് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ റോഡോഡെൻഡ്രോൺ ഒക്കെ വളരെ എനിക്ക് തോന്നുന്നു എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. റുമാറ്റിക് പെയിൻസ് വിത്ത് വാൻഡർ ഫ്രം ജോയിന്റ് ടു ജോയിന്റ് വിത്ത് സ്വെല്ലിംഗ്സ് ഓഫ് ജോയിന്റ് വേഴ്സ് ബിഫോർ ഓർ ഡ്യൂറിംഗ് തണ്ടർസ്റ്റോം, ബെറ്റർ ഫ്രം വാം റാപ്പിംഗ്. അതായത് വളരെ ഇതായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. എൻലാർജ്മെന്റ് ഓഫ് ജോയിന്റ്സ് നോട്ട് ഡ്യൂ ടു ഗൗട്ടി ഡെപ്പോസിറ്റ്സ്, ആർത്രൈറ്റിക് നോട്ട്സ്. ഈ ഇവിടേക്കുള്ള ആർത്രൈറ്റിക് നോട്ട്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് റോഡോഡെൻഡ്രോൺ. ഇത് ഞാൻ ടിഞ്ചറാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് റോഡോഡെൻഡ്രോണിന്റെ. പിന്നെ എന്റെ ഫാദർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പൊട്ടൻസിയിലേക്ക് മാറിയത്. അപ്പൊ അത് അത്യാവശ്യം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് റോഡോഡെൻഡ്രോൺ പൊട്ടൻസി 200. പിന്നെ ഇൻ അഡീഷൻ ടു ഓൾ ദിസ്, പിന്നെ വളരെ ഇതായിട്ടുള്ള ഒരു മെഡിസിൻ ആണല്ലോ ബെൻസോയിക് ആസിഡ്. നമ്മളിതിപ്പോ എല്ലാവർക്കും നമ്മൾ മെഡിക്കൽ പഠിക്കുന്ന പോലെ തന്നെ ബ്ലഡി ബ്ലാക്ക് ബ്രൗൺ യൂറിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റുമാറ്റിക് ആൻഡ് ഗൗട്ടി പെയിൻസ് ഇൻ യൂറീമിക് ആൻഡ് ലിത്തീമിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതായത് യൂറിൻ സ്കാൻഡിയാണ് പേഷ്യന്റ് സഫർ ചെയ്യുന്നുണ്ട്. യൂറിക് ആസിഡ് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും റുമാറ്റിക് പെയിൻസ്, വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കോൾഡോ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ റുമാറ്റിക് വേദന കുറയുന്ന പേഷ്യന്റ് ആണ് ബെൻസോയിക് ആസിഡ്. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ മാത്രം നീരുണ്ടാവുന്ന പേഷ്യൻസ്, അത് ബെൻസോയിക് ആസിഡ് വളരെ ഇതാണ്. പിന്നെ ബെറ്റർ ബൈ ഹീറ്റ് ഓർ ബൈ പ്രൊഫ്യൂസ് യൂറിനേഷൻ. പ്രൊഫ്യൂസ് യൂറിനേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് അവർക്ക് സ്കാൻഡി യൂറിൻ ആയിരിക്കും പൊതുവെ എപ്പോഴും. പിന്നെ ഇതുപോലെയൊക്കെ തന്നെയാണ് മറ്റേ ഓക്സാലിക് ആസിഡ്. ഞാൻ എപ്പോ ക്രിക്കറ്റ് കളിക്കാൻ പോയി ബാക്കിന് എവിടെയെങ്കിലും ഒരു പിടുത്തോ എന്തെങ്കിലുമൊക്കെ ഒരു വന്നപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ഓക്സാലിക് ആസിഡ് 200 പൊട്ടൻസി, പെയിൻ ഇൻ വൺ പെർട്ടിക്കുലർ സ്പോട്ട് എന്നുള്ള രീതിയിൽ. അത് ഇൻഡിക്കേഷൻ പറയുന്നത് ലെഫ്റ്റ് സൈഡ് ട്രോമാറ്റിസം വിത്ത് ഷാർപ്പ് പെയിൻസ് ത്രൂ ലോവർ ലോബ് ഓഫ് ലെഫ്റ്റ് ലെഗ് എന്നാണ്. പെയിൻ ഇസ് പ്രസന്റ് വെദർ ഇറ്റ് ഇസ് പ്ലൂറിസി, ന്യൂമോണിയ ഓർ തൈസിസ്. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സാലിക് ആസിഡ് വർക്ക് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. റുമാറ്റിക് ഔട്ട് ഓഫ് ജോയിന്റ്സ് എസ്പെഷ്യലി വേഴ്സ് ഫ്രം സ്വെറ്റ്സ്. ഓക്സൽയൂറിയം, സ്കാപ്പുലയുടെ താഴെയുള്ള മറ്റേ ലെഫ്റ്റ് സൈഡ് റുമാറ്റിക്, റൈറ്റ് സൈഡ് ചെലുഡോണിയം പറയുന്ന പോലെ സ്കാപ്പുലയുടെ താഴെ വേദന എന്ന് പറയുന്ന പോലെ ലെഫ്റ്റ് സൈഡ് സ്കാപ്പുലയുടെ താഴെ വേദന വരുന്നതിനൊക്കെ ഓക്സാലിക് ആസിഡ് കൊടുക്കാം. വയലന്റ് ഏക്കിംഗ് പെയിൻ ഡൗൺ ദ തൈ റിലീവ്ഡ് ബൈ ചേഞ്ച് ഓഫ് പൊസിഷൻ. പിന്നെ ഇതുപോലെയൊക്കെ തന്നെ ലൈക്കോപ്പസ് പൊട്ടൻസി, പെയിൻസ് ആർ ബെറ്റർ ഇൻ വാം റൂം ഓർ ഇൻ ബെഡ് ബട്ട് നോട്ട് ബെറ്റർ ബൈ ഡയറക്റ്റ് വാം. സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ പെയിൻ അമലറേറ്റ് ആവത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ വാം റൂമിൽ അവർ ബെഡിലോ കടന്നു കഴിഞ്ഞാൽ അവർക്ക് അമലറേഷൻ കിട്ടും. പിന്നെ അക്കണൈറ്റ് ഇതിന് മാത്രം അക്കണൈറ്റ് പൊട്ടൻസി എന്ന് പറയുമ്പോൾ 200 പൊട്ടൻസി വിച്ച് ആർ റീപ്രൊഡ്യൂസ്ഡ് ബൈ വൈൻ ഓർ അതർ സ്റ്റിമുലൻസ്. അതായത് ഇന്നത്തെ ലൈഫ് സ്റ്റൈലിനൊക്കെ വളരെ ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം യു വിൽ സീ ദാറ്റ് നമ്മൾ എത്രയൊക്കെ നോക്കിയാലും സ്റ്റാറ്റിസ്റ്റിക്കലി ഒരു 60% ആൾക്കാരും വർക്ക് കഴിഞ്ഞ് വന്നിട്ട് സം സോർട്ട് ഓഫ് സ്റ്റിമുലൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അക്കണൈറ്റ് വളരെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. രാത്രി ആകുമ്പോൾ കൂടുന്നു, സിറ്റിംഗ് പോസ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേദനയൊക്കെ ആവുന്നു. ഇതൊക്കെ അക്കണൈറ്റിന്റെ സിംറ്റംസ് ആണ്. പിന്നെ ആക്ടിയാറസ്മോസ പെയിൻ, അത് ഇവിടെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന മരുന്നായിരിക്കും, എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. ആക്ടിയാറസ്മോസ റുമാറ്റിസം അഫക്റ്റിംഗ് വെർട്ടിബ്രൽ ജോയിന്റ്സ് ആൻഡ് എസ്പെഷ്യലി ദ നെക്ക്. പെയിൻ ഇൻ ദ നേപ്പ് ഓഫ് ദ നെക്ക് ക്യാരക്ടറിസ്റ്റിക്. റുമാറ്റിസം ഗെറ്റ്സ് ബെറ്റർ, മെന്റൽ സിംറ്റംസ് അപ്പിയർ. അതാണ് അതിന്റെ റെഡ് ലൈൻ സിംറ്റംസ്. അവരുടെ റുമാറ്റിസം ബെറ്റർ ആവുമ്പോൾ സിംറ്റമാറ്റിക്കലി അവരുടെ പെയിൻ ഒക്കെ കുറച്ച് വരുമ്പോൾ അവർക്ക് മെന്റലി ബാക്കി സിംറ്റംസ് ഒക്കെ വരും.
ആക്ടിയസ് പിക്കാറ്റ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ ജോയിന്റ് കാര്യമാണ് ആക്ടിയസ് പിക്കാറ്റ. പിന്നെ എപ്പോഴെങ്കിലും ഡയേറിയ വന്ന് അത് സപ്രസ് ചെയ്തുണ്ടാവുന്ന റൊമാറ്റിസത്തിന് യു ക്യാൻ ഗിവ് അബ്രോട്ടാനം. അബ്രോട്ടാനം പൊട്ടൻസി ഈസ് വെരി ഗുഡ് ഫോർ സച്ച് കേസസ്. ഡയറി വന്ന് അത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ അവർ സപ്രസ് ചെയ്ത് വെക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് വരുന്നതിന് ഈ സോ കോൾഡ് അബ്രോട്ടാനം നമുക്ക് കൊടുക്കാം. ഹൈപ്പറിക്കം obviously being a very important remedy for rheumatoid arthritis, is a wonderful healing effect on injured nerve compression, knee contracted leg എല്ലാം. പിന്നെ ഇതിൽ മെർക്സോളും ഒക്കെ പറയപ്പെടുന്നുണ്ട്. ഒഫെൻസീവ് ആയിട്ടുള്ള അറിയാലോ, കൊറോസീവ് ഒഫെൻസീവ് സ്വെറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെറ്റർ ഇൻ ബെഡ്, ബട്ട് സൂൺ ആസ് ഹി ഗെറ്റ്സ് വാം ഇൻ ബെഡ് പെയിൻ ഇൻക്രീസസ്. ബെഡിൽ കിടക്കുമ്പോൾ ബെറ്റർ ആവുന്നുണ്ട്, പക്ഷെ ബെഡിന്റെ ചൂട് കാരണം വേദന കൂടുന്നുണ്ട്. ഇതാണ് മെർക്സോള് കാണിക്കുന്നത്. പിന്നെ ഈ ഇത് പിന്നെ അത് കൂടാതെ തന്നെ എപ്പിസ് മെലിഫിക്ക എന്ന് പറയുമ്പോൾ മറ്റേ ഈ സ്വെല്ലിങ്ങും അതോടൊപ്പം തന്നെ പെയിൻ ഇസ് അഗ്രവേറ്റഡ് ഇൻ വാം റൂം ആൻഡ് ബൈ വാം ആപ്ലിക്കേഷൻ, ബെറ്റർ ബൈ കോൾഡ് ആപ്ലിക്കേഷൻ ആൻഡ് കോൾഡ് എയർ. എപ്പിസ് മെലിഫിക്ക അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്സ് ഹോട്ടാണ്, റെഡ് ആയിട്ടിരിക്കും, എഡിമ നല്ല രീതിയിൽ ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ആ സ്വെല്ലിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പിസ് 13, അപ്പോസൈനം, വണ്ണമും, ഞാൻ ഇതൊക്കെയാണ് സാധാരണ സ്വെല്ലിംഗ് കുറക്കാനായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ കോസ്റ്റിക്കം, വെരി വെരി ഇമ്പോർട്ടന്റ് റെമഡി റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. dampen the person cold and dry. Contraction of tendencies, weakness and trembling, joints ഒക്കെ deformed ആയിട്ട് medicine ആണ്. ട്രെൻഡ് എഫക്റ്റീവ് ആണ്. ഡോക്ടറെ കേട്ടില്ല, ഡോക്ടർ നെറ്റില്ലായിരുന്നു. ഡിഫോർമിറ്റി ഓഫ് ജോയിന്റ്സ്, ജോയിന്റ് ഡിഫോർമിറ്റിയും ട്രെംബ്ലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റിക്കം കൊടുക്കാം. കോസ്റ്റിക്കം ഈ പറഞ്ഞ പോലെ തന്നെ ലോവർ പൊട്ടൻസിയിൽ തുടങ്ങി പിന്നെ ഹയറിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഷ്യന്റ് ഇസ് വെരി വെരി കംഫർട്ടബിൾ. കോസ്റ്റിക്കം പേഷ്യന്റ് ഇസ് വെരി വെരി കംഫർട്ടബിൾ വെൻ ഇറ്റ് റെയിൻസ്. അത് അറിയണ്ടാവില്ല എല്ലാവർക്കും, കാരണം റെസ്പിറേറ്ററി സിംറ്റംസ് ആണെങ്കിൽ പോലും കോസ്റ്റിക്കം തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർ അമിലോറേറ്റഡ് ആവുകയാണ്. അതുപോലെ തന്നെ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ കോസ്റ്റിക്കം ആണെങ്കിൽ പോലും അവർക്ക് തണുപ്പ് അമിലോറേഷൻ ഉണ്ടാക്കുന്ന ഒരു മെഡിസിൻ ആണ്. ലോവറിൽ തുടങ്ങിയിട്ട് പേഷ്യന്റ് റിയാക്ട് ചെയ്യേണ്ടുന്ന പ്രോഗ്നോസ് നല്ലതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പതുക്കെ ഹയറിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പൈറോജനൊക്കെ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസിനൊക്കെ കൊടുക്കുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ബട്ട് ഈ ഇൻഡിക്കേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് പെയിൻ ഇസ് ബെറ്റർ വെൻ ഫസ്റ്റ് ബിഗിനിങ് ടു മൂവ്. അതായത് ഇനീഷ്യൽ മോഷൻ ആകുമ്പോഴത്തേക്കും പെയിൻ കുറയും, അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് മോഷനിൽ പെയിൻ കൂടും. അതായത് റസ്റ്റോക്സിന്റെ നേരെ തിരിച്ചാണ് പൈറോജൻ വരുന്നത്. പൈറോജൻ 200 ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും പേടിക്കുന്ന പേഷ്യൻസ്, അവർക്ക് ആർണിക്ക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർണിക്ക ഒരു നമ്മളവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ആർണിക്ക കൊടുക്കാം. പിന്നെ ആർണിക്ക ഹയർ ഡിപ്പെൻഡിങ് ഓൺ ദി ഇന്റൻസിറ്റി യു ക്യാൻ ഡിസൈഡ് ദ പൊട്ടൻസി ഓഫ് കോഴ്സ്. പിന്നെ ഓർമെറ്റ്, വാൻഡറിങ് കൈൻഡ് ഓഫ് പെയിൻ, അതായത് വൺ ജോയിന്റ് ടു അനദർ, ഓർമെറ്റിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതൊരു ഐ തിങ്ക് 3 years ago there was this case which I was treating in Uttarakhand, an autism spectrum disorder ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് അതിന് അവിടെ വേദന ഇവിടെ വേദന അത് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ആ കുട്ടിക്ക് ഇങ്ങനെ ഓർമെറ്റ് 0/3 ആയിരുന്നു കൊടുത്തത്. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അത് ആ കുട്ടിയുടെ പെയിനും റിസൾട്ട് ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ആസ് എൻ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയുടെ ഫംഗ്ഷനാലിറ്റി എന്ന നിലക്കും ഓർമെറ്റിന് ആക്ഷൻ ഉണ്ടായിരുന്നു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. സോ ഓർമെറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. പിന്നെ അർജന്റമെറ്റ്, ഈ പറഞ്ഞ പോലെ കാർട്ടിലേജസിലാണ് കൂടുതൽ ആക്ഷൻ. അർജന്റമെറ്റ് എൽബോസും നീസിലുമാണ് കൂടുതൽ ഇതായിട്ട് കാണപ്പെടുന്നത്. ൊക്കെയാണ് കൂടുതലും കൊടുക്കാറുള്ളത്. അത് കേട്ടില്ല. പിന്നെ ആർട്ടിക്ക യൂറൻസ് ടിഞ്ചർ ഓരോ 2 മണിക്കൂറുടെ
അർട്ടിക്ക യൂറൻസ് ടിഞ്ചർ. ഹലോ, കേൾക്കാമോ മാം? ഇപ്പൊ കേൾക്കാം. ഹലോ, കേൾക്കാമോ? അർജന്റം മെറ്റ് പറഞ്ഞപ്പം എൽബോസും നീസും കഴിഞ്ഞുള്ള കേട്ടു. അർജന്റം മെറ്റ് മാം കാർട്ടിലേജസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. കൂടുതൽ എൽബോസും നീസും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ്, സ്റ്റെപ്പ് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ട് സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സാധനമാണ് അർജന്റം മെറ്റ്. പൊട്ടൻസി ലോവർ പൊട്ടൻസി വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അർട്ടിക്ക യൂറൻസ് ടിഞ്ചർ. അർട്ടിക്ക യൂറൻസ് ടിഞ്ചർ എന്ന് പറയുമ്പോൾ അതിലൊരു 5 ഡ്രോപ്സ് 1 ടീസ്പൂൺ വാട്ടർ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിംറ്റമാറ്റിക്കലി പേഷ്യന്റ് വിൽ ബിക്കം മച്ച് ബെറ്റർ. പിന്നെ ലൈക്കോപെർസിക്കം rheumatic pains which are worse outdoors, pain in right deltoid. ലൈക്കോപെർസിക്കം പൊട്ടൻസി തന്നെ, അത് റൈറ്റ് ഡെൽറ്റോയിഡിന്റെ പെയിൻ, അത് ഔട്ട്ഡോർ പോകുമ്പോഴത്തേക്കും അഗ്രവേഷൻ ആവുന്ന ഒരു ഡ്രഗാണ് ലൈക്കോപെർസിക്കം. ഇതൊക്കെയാണ് ഞാൻ കൂടുതലും, ഇത്രയൊക്കെ ഉള്ളതാണ് ഞാൻ കൂടുതലും. ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ കുറെ കാണിച്ചായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുള്ള മരുന്നുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ ഗോൾത്തേരിയ ടിഞ്ചർ, ഗുവാക്കം ടിഞ്ചർ, ഈ പറഞ്ഞ പോലെ ഏസ്കിലസ് ഒക്കെ ആണെങ്കിലും ടിഞ്ചർ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടക്ക് കൊടുക്കാറുണ്ട്. ഈ സെയിം ഡോസേജ് തന്നെ 12 drops in 1 teaspoon water before food. അപ്പോൾ ദിസ് ഇസ് ബേസിക്കലി മൈ ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും മെഡിസിൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുറച്ചും കൂടെ നമ്മളുടേതായിട്ടുള്ള ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പൊട്ടൻസിയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ യോഗയുടെ കാര്യം പറഞ്ഞത് വളരെ സിഗ്നിഫിക്കന്റ്. കാരണം ഞാൻ ഇനീഷ്യലി ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വിത്തൗട്ട് യോഗ, ജസ്റ്റ് മെഡിസിനും ഡയറ്റ് പ്ലാനും കൊടുക്കുമായിരുന്നു. ബട്ട് അപ്പാരന്റ്ലി യോഗ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. കാരണം ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കുറെ അവരുടെ ആസനാസും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇത് ചെയ്യാം. പിന്നെ ഇതില് നമ്മളൊരു ഡയറ്റ് പ്ലാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ദേ വുഡ് സേ ദാറ്റ് omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പറയും. അപ്പൊ അതില് ചിയാ സീഡ്സ് നല്ലൊരു സംഭവമാണ്. ചിയാ സീഡ്സ് 3 സ്പൂൺ ചിയാ സീഡ്സ് 1 ലിറ്റർ വെള്ളത്തിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക, വീർത്ത് കഴിഞ്ഞിട്ട് അത് കുടിക്കുക. omega-3 ഫാറ്റി ആസിഡ് ചിയാ സീഡ്സിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഫിഷ് ലിവർ ഓയിലിൽ നിന്ന് കിട്ടും. രണ്ടിലും omega-3 ഫാറ്റി ആസിഡ് ഉണ്ടെങ്കിൽ പോലും omega-3 ഫാറ്റി ആസിഡ് മറൈൻ സോഴ്സസിൽ നിന്ന് വരുന്നത് കുറച്ചും കൂടെ അബ്സോർപ്ഷൻ കൂടും. അപ്പോ ഈ പറഞ്ഞ പോലെ ട്യൂണ, ഫ്ലാക്സ് സീഡ്സ്, ചിയാ സീഡ്സ്, വാൾനട്ട്സ്, ഫിഷ് ലിവർ ഓയിൽ, ഇതൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം. പിന്നെ ഈ സോ കോൾഡ് ഈ പറഞ്ഞ പോലെ ഓയിൽ യൂസ് ചെയ്യുന്ന പേഷ്യന്റ് ഓയിലി ഫുഡ് ക്രേവ് ചെയ്യുന്ന ഒരാളാണ്, ഓയിലി ഫ്രൈഡ് ഫുഡ് ഒരുപാട് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പൾസറി ആയിട്ട് പറയണം ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് എല്ലാം ഒഴിവാക്കാം. എന്നിട്ട് എല്ലാ ഫുഡിലും ജസ്റ്റ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഡ്രസ്സിങ്ങിന് മാത്രം യൂസ് ചെയ്യാൻ പറയാം. കാരണം വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകളുണ്ട്. Healthy fats are very very important when we are addressing rheumatoid arthritis. അവക്കാഡോ എന്ന് പറയുമ്പോൾ എല്ലാവരും അവക്കാഡോ അങ്ങ് ഷേക്ക് അടിച്ച് കുടിക്കുക. അവക്കാഡോ ഷേക്ക് അടിച്ച് കുടിച്ചിട്ട് അതിന്റെ ബയോഅവൈലബിലിറ്റി ഒന്നുമില്ല. അവക്കാഡോ അല്ലാതെ തന്നെ റോ ആയിട്ട് തന്നെ കഴിക്കാൻ പറയണം. അവക്കാഡോയിലും ഈ വെർജിൻ കോക്കനട്ടിലുള്ള പോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്. ഈ മറ്റേ ട്രാൻസ് ഫാറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ്, അതൊക്കെയാണ് അൺഹെൽത്തി ഫാറ്റ്. ഇതിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ഹെൽത്തി ഫാറ്റ് ആണുള്ളത്. അപ്പൊ ഹെൽത്തി ഫാറ്റ് significant when you are dealing with ഈ സോ കോൾഡ് ഇൻഫ്ലമേറ്ററി. ഒരു കാര്യമുണ്ട്, അത് ക്ലിനിക്കലി ഇൻഡിക്കേറ്റഡോ ഇതൊന്നുമല്ല. ഞാൻ ആസൈഡൈഡും ഹിസ്റ്റമിനും ഒക്കെ പൊട്ടൻസീസ് ഇടയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. എനിക്കറിയാം ഇത് ഇൻഡിക്കേറ്റഡ് അല്ല, ഇതാരും അങ്ങനെ പറയാറൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻസിന് എന്റെ ഒരു NSAIDും ഹിസ്റ്റമിനും ഞാൻ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അത്യാവശ്യം ഇത് എഫക്റ്റീവ് ആണ്. സോ ഇതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സാലഡ്സ്, ഒബ്വിയസ്ലി സാലഡ്സ് എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു GRDയുടെ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. സാലഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് ഐ വുഡ് സജസ്റ്റ് യെല്ലോ ബെൽ പെപ്പർ, അതായത് മഞ്ഞ കളറുള്ള ക്യാപ്സിക്കം. ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ സി മൊത്തം അധികം കിട്ടും. അതോടൊപ്പം തന്നെ കുക്കുംബർ, ക്യാരറ്റ്, മറ്റേ ഈ പറഞ്ഞ പോലെ പംകിൻ സീഡ്സ് ഡ്രസ്സിംഗ് യൂസ് ചെയ്യാം. എന്നിട്ട് അതില് ഈ പറഞ്ഞ പോലെ ഒലിവ് ഓയിൽ തന്നെ ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്ത് ആ സാലഡ് 2 നേരം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമുക്ക് ഒരുപാട് എല്ലാവർക്കും ചുറ്റിനും ഡെഫിഷ്യൻസീസ് അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ആർത്രൈറ്റിസിന്റെ കൂടെ ഡെഫിഷ്യൻസി നമ്മളൊന്ന് ഇപ്പൊ ഒരു അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അലോപ്പതിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ തോന്നിയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
10 പേര് ആർത്രൈറ്റിസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ 8 പേർക്കും അവർ മൾട്ടിവൈറ്റമിൻ കൊടുക്കുന്നുണ്ട്, ന്യൂറോബയോൺ കൊടുക്കുന്നുണ്ട്. ന്യൂറോബയോൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ, അവർ ആ ഡെഫിഷ്യൻസി അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് ന്യൂറോബയോൺ നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഫുഡിലൂടെ നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വളരെ എന്താ പറയുക, ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഈ സാലഡ് നോട്ട് ചെയ്ത് വെച്ചു, യെല്ലോ ബെൽ പെപ്പർ, കുക്കുംബർ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓണിയൻസ്, എന്നിട്ട് അത് ഡ്രസ്സിംഗ് ആയിട്ട് മറ്റേ ഒലിവ് ഓയിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് പോവാം. പിന്നെ അതുപോലെ തന്നെ ബ്രോക്കോളി, ഓറഞ്ചസ്, ബെറീസ്, ഈ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ പറയാം. പിന്നെ വേറൊരു സംഭവം ചെയ്യാൻ നമുക്ക് പറ്റുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അവരുടെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് അവര് ഇഡ്ഡലി, ദോശ, പുട്ട് അങ്ങനത്തെ എങ്ങനെയൊക്കെയാണ് പ്രിഫർ ചെയ്യാന്നുണ്ടെങ്കിൽ ask them to switch to ragi or millet options, because the more fiber that goes in, the better it is for a rheumatoid arthritis patient. ഫൈബർ എത്ര കൂടുന്നു അത്രയും നല്ലത്. അപ്പോ അങ്ങനെയുള്ളൊരു സ്വിച്ച് അവരുടെ അടുത്ത് പറയാം. പിന്നെ വേറെ ഇപ്പൊ ഒരു കോൺഫ്ലെക്സോ അല്ലെങ്കിൽ അവര് ഈ സെറിയൽസ് ഒക്കെ, ബ്രേക്ക്ഫാസ്റ്റ് സെറിയൽസ് ഒക്കെയാണ് അവർ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ആ ലേബിൾ വായിച്ചിട്ട് ആഡഡ് ഷുഗർ ഇല്ലാത്ത ഹൈ ഫൈബർ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറിയൽസ് അവരുടെ അടുത്ത് മേടിക്കാൻ പറയാം. പിന്നെ ഇന്ത്യയില് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ നമുക്കൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഗ്യൂംസ് ഒക്കെ നമ്മൾ തന്നെ കഴിക്കും. ലെന്റിൽസ്, ചിക്ക് പീസ്, ബ്ലാക്ക് ബീൻസ്, അതൊക്കെ അങ്ങനെ പയറുവർഗ്ഗങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ കഴിക്കാൻ പറയാം. പിന്നെ അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയും താളിച്ചിട്ടുള്ള സാധനം കഴിക്കുന്നതിന് പകരം ഈ കുറച്ചും കൂടെ എന്താ പറയാ, ഈ കറി ഫോമില് വിത്തൗട്ട് ഓയിൽ വാട്ടർ ബേസ്ഡ് കുക്കിംഗ് ആക്കാൻ പറയാം. പിന്നെ ഈ ടേമറിക്, ജിഞ്ചർ ഗാർലിക്, ഈ സാധനമൊക്കെ ഇതിപ്പോ ഈ എന്താ പറയാ, വെണ്ടയ്ക്ക, വഴുതനങ്ങയൊക്കെ സ്റ്റീം ചെയ്ത് ജിഞ്ചർ ഗാർലിക് ഒക്കെ കയറ്റി കഴിയുമ്പോഴേക്ക് ഇതിന് ഷുഗർ ലോവറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, കൊളസ്ട്രോൾ ലോവറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ദീസ് ആർ ഓൾ വളരെ വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒബ്വിയസ്ലി അവരുടെ അടുത്ത് ഹെൽത്തി എമൗണ്ട് ഓഫ് മിൽക്ക് കുടിക്കാൻ പറയണം. ഇനി അവര് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കാൽഷ്യം പ്ലസ് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് നമ്മൾ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ എത്രയൊക്കെ ഡയറ്റ് ചെയ്ത് കൊടുത്താലും അവർ ചിലപ്പോൾ അവർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് അഡ്രസ് ചെയ്യേണ്ടത് സപ്ലിമെന്റ്സ് കൊടുത്തിട്ട് വേണ്ടി തന്നെയാണ്. സപ്ലിമെന്റ്സ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും കാൽഷ്യം പ്ലസ് വൈറ്റമിൻ ഡി എന്ന് ഒരുമിച്ച് എഴുതണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതും ശരീരത്തിൽ പിടിക്കത്തില്ല. പിന്നെ ഇതൊക്കെയാണ് കഴിക്കേണ്ട ഫുഡ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കേണ്ടാത്ത ഫുഡുകൾ വേറെ ഉണ്ട്. അതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രോസസ്ഡ് മീറ്റ്, റെഡ് മീറ്റ്, അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫ്രോസൺ മീറ്റില്ല, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ചിക്കൻ നഗറ്റ്സ്, ബീഫ് സ്റ്റീക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പ്രോസസ്ഡ് ആയിട്ട് നമ്മൾ മേടിക്കുന്ന സാധനം. റെഡ് മീറ്റ്, ഒബ്വിയസ്ലി ബീഫ്, ഈ സാധനങ്ങളെ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറയാം. കോൺഫെക്ഷണറി നമ്മളുടെ ക്ലിനിക്കിൽ വരുന്ന 80% പേഷ്യൻസിന്റെ അടുത്ത് നമുക്ക് കണ്ണും കൂട്ടി അവോയ്ഡ് ചെയ്യാൻ പറയാൻ പറ്റുന്ന സാധനമാണ് കോൺഫെക്ഷണറി. എന്താണ് കോൺഫെക്ഷണറി? ബേക്കറി ഐറ്റംസ്. എന്തുകൊണ്ടാണ് നമ്മളത് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഹാസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓയിൽ. പാം ഓയിൽ ഉണ്ട്. ഇൻ അഡീഷൻ ടു ഹാവിംഗ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഓയിൽ, ഇറ്റ് ഓൾസോ ഹാസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് സോൾട്ട്. അതിന്റെ സോൾട്ട് കണ്ടന്റ് ഒക്കെ ഭയങ്കര അബവ് ത്രഷോൾഡ് ആണ്, നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സോഡ, ഷുഗറി ബെവറേജസ്, കാർബണേറ്റ്, നമ്മുടെ പെപ്സി, കൊക്കോള, പിന്നെ ആൽക്കഹോൾ, ക്ലിയർലി ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യങ്ങളാണ്. പിന്നെ ഈ ഹൈ സോൾട്ട് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ അത്ര ഉപ്പ് കഴിക്കാറുള്ള ഡോക്ടറെ എന്ന് അവരിങ്ങോട്ട് പറയും. പക്ഷേ അവര് കഴിക്കുന്ന പാക്കറ്റഡ് ചിപ്സിൽ നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ നല്ലൊരു ശതമാനം ഉപ്പ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കാൻ പറയാ. വാൾനട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറയാം. ക്യാരറ്റ്സ്, വാൾനട്ട്സ്. ഇൻ അഡീഷൻ ടു ദിസ് ഹൈഡ്രേഷൻ അവരുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറയാം. അവർ വെള്ളം കുടിക്കണമെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിക്കേണ്ടതെന്ന് പറയുള്ളൂ. പക്ഷെ ഹൈഡ്രേഷൻ അവരുടെ അടുത്ത് ഒന്ന് മോണിറ്റർ ചെയ്യാൻ പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ കുറച്ച് ആവശ്യത്തിന് ഒരു എക്സ്പോഷർ ഒക്കെ കിട്ടി. കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒരു എറ്റിയോളജി ആയി നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ പറയാ, ഈ സോക്കോൾഡ് സൺ എക്സ്പോഷർ ഒക്കെ അവരുടെ അടുത്തെന്ന് പറഞ്ഞാൽ അത് വളരെ പാരഡൈം ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക്കലി ന്യൂട്രീഷണൽ മാനേജ്മെന്റ്, മെഡിക്കൽ മാനേജ്മെന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ യോഗയുടെ സംഭവമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വി ക്യാൻ ഡു വണ്ടേഴ്സ്. Because you go to any endocrinologist, they put them on medicines. After 20 days, the dosage of medicines is increasing. എന്നിട്ട് അത് ഇനീഷ്യലി നമ്മളിത് അഡ്രസ് ചെയ്തൊരു 10 കേസ് നമ്മൾ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വളരെ നമുക്ക് ഹോമിയോപ്പതിയുടെ ഒരു പേരും കൂടെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടെക്നിക്കലി ഈ പറയപ്പെടുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ഇത് റുമറ്റോയിഡ് ആർത്രൈറ്റിസിന്റെ മാനേജ്മെന്റിൽ മാത്രമല്ല ഏത് കാര്യത്തിന്റെ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു മൾട്ടി പ്രോങ്ഡ് അപ്രോച്ച് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഈ പറഞ്ഞ പോലെ യോഗ, ഡയറ്റ്, ഈ പറഞ്ഞ പോലെ മെഡിസിൻസ്, ഇതെല്ലാം കൂടെ വെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ പ്രിപ്പയർ ചെയ്യാൻ അധികം സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് ഒരു തട്ടിക്കൂട്ടി സെമിനാർ ആയിരുന്നു ഇത്.
സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് മൈ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. നന്ദി ഡോക്ടറെ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡോക്ടർ ഏകദേശം മിക്ക മെഡിസിനും അതിന്റെ സിംറ്റത്തോടൊപ്പം പറഞ്ഞു തന്നെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇനി ഇതിൽ ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ഇന്നത്തെ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ചോദിക്കാനോ കൂടുതൽ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. സന്ധിവാത ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ, മൾട്ടി പ്രോങ്ഡ് അപ്രോച്ച് ടുവേഴ്സ് ട്രീറ്റ്മെന്റ് ഓഫ് റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതിന് വളരെയധികം മെഡിസിൻസ് പറഞ്ഞു തന്നു. അതിന്റെ കൂടെ യോഗയും. ഞാൻ കേട്ടില്ല ഡോക്ടറെ ക്ലാസ്, അത് എനിക്ക് മാത്രം മറുപടി പറയാം. ഇപ്പൊ കയറിയുള്ളൂ, താമസിച്ചു ഇറങ്ങിയപ്പോ. എല്ലാവർക്കും വളരെ പ്രയോജനമുള്ള ഒരു ക്ലാസ് ആണ് ഡോക്ടർ തന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കേസോ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. ഹരിഹരൻ സാർ ഉണ്ടല്ലോ. ഹരിഹരൻ സാറിന്റെ വിലപ്പെട്ട നിർദ്ദേശം കൂടെ. ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്താര്? ഡോക്ടർ അനിത അൺമ്യൂട്ട് ചെയ്തോളൂ ഡോക്ടറെ. അനിത ഡോക്ടറെ. ഹലോ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടർ ഞാൻ ഇതല്ല വേറൊരു സംശയമാണ് ചോദിക്കാനേ. ഒരു ഡിസ്ക് പ്രൊലാപ്സ് കേസ്. ആ പേഷ്യന്റ് നിൽക്കുമ്പോ ഇരിക്കണമെന്ന് തോന്നും, ഇരിക്കുമ്പോ നിൽക്കണമെന്ന് തോന്നും, കിടക്കണമെന്ന് തോന്നും. അങ്ങനെ ഇങ്ങനെ കിടന്നാലും പറ്റത്തില്ല, ഇങ്ങനെ പൊസിഷൻ മാറി മാറി ഇങ്ങനെ നിൽക്കുന്നു. അതിന് കാലിക്കാർബ് നല്ലതാണോ ഡോക്ടർ? ഇപ്പൊ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ഒരേ പൊസിഷനില് പുള്ളിക്ക് ബുദ്ധിമുട്ടാണ്. ആർണിക്ക കൊടുത്തു നോക്കിയായിരുന്നു. ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ കാലികാർബിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത് സംശയം. അതെ ഈ പറഞ്ഞ പോലെ തന്നെ കാലികാർബ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കാൽക്കേരിയ ഫ്ലൂറോ ഹയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കേരിയ ഫ്ലൂറോ ഹയറും ഈ പറഞ്ഞ പോലെ നല്ല എഫക്റ്റീവ് ആയിരിക്കും ഈ സോക്കോൾ കേസിന്. ഈ കാൽക്കേരിയ ഫ്ലൂർ പൊട്ടൻസി ആണോ അതോ ബയോകെമിക്കാണോ? അല്ല, കാൽക്കേരിയ ഫ്ലൂർ 1 mg കാലികാർബ് പൊട്ടൻസിയും കൊടുത്താൽ മതി. കാലികാർബ് 200 തോറ്റെല്ലാം കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ കാൽക്കേരിയ ഫ്ലൂർ 1 mg കൊടുത്താൽ മതി. വ്യത്യാസം ഉണ്ടാവും. വേറെ ഇതേപോലെ സെയിം തന്നെ സർജറി കഴിഞ്ഞ കേസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സിവിയർ പെയിൻ ആണ്. ആദ്യം സാറ്റിക് ആയിരുന്നു, അപ്പൊ അത് കഴിഞ്ഞിട്ട് അലോപ്പതി ട്രീറ്റ്മെന്റ് കഴിഞ്ഞതാണ്. പക്ഷെ പേഷ്യന്റിന് ഇപ്പം ഡേ ബൈ ഡേ പെയിൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ അത് സർജറി കഴിഞ്ഞതാണ്. അവര് പെയിൻ എന്ന് പറയുമ്പോ സയാറ്റിക് ആണോ മാം, അതോ ഏതെങ്കിലും സൈഡ് എഫിനിറ്റി വല്ലതും ഉണ്ടോ മാം, അതോ മൊത്തത്തിൽ? ഇല്ല സൈഡ് എഫിനിറ്റി ഇല്ല. ഇപ്പൊ ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ. ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ പോസ്റ്റ് സർജറി. അപ്പൊ ഇനീഷ്യലി ജസ്റ്റ് ഒരു സിംഗിൾ ഡോസ് അക്വണൈറ്റ് 1 mg മാത്രം ഒരൊറ്റ ദിവസത്തേക്ക്, ആദ്യത്തെ ദിവസം മാത്രം സിംഗിൾ ഡോസ് അക്വണൈറ്റ് 1 mg കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ബാക്കി ലെഡോ ബാക്കി കാൽമിയ ഒക്കെ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റിലീഫ് ഉണ്ടാവും. കാൽമിയ ഹൈപ്പറിക്കം ലെഡം ഇത് മൂന്നുമാണ് ഞാൻ അങ്ങനെ കൂടുതലും അൺലസ് ഒരു ഈ കേസ് ടേക്കിങ്ങിനിടയിൽ വളരെ ഇതായിട്ടുള്ള ഒരു സിംറ്റം ഒക്കെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാൽമിയ ഹൈപ്പറിക്കം ലെഡം ഈ 3 എണ്ണം വെച്ചിട്ടാണ് കൂടുതലും ഞാൻ കൊടുക്കാറുള്ളത്. പക്ഷെ ഇനീഷ്യലി സർജറി ഒക്കെ ഇനീഷ്യലി ഫസ്റ്റ് ഡേ മാത്രം ജസ്റ്റ് ഒന്ന് ഒരു അക്കണൈറ്റ് 1 mg ചുമ്മാ ഒന്ന് കൊടുത്തു ഒരു ഡോസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇത് ലെഡോം കാൽമിയം ഹൈപ്പറിക്കും ഒക്കെ ലോ പൊട്ടൻസി മതി. 200 അത് മൂന്നും ഓരോ ഡോസും ഓരോ ഡേ വെച്ചിട്ടുള്ള രീതിയിൽ അതൊരു 10 days കൊടുത്തു നോക്ക്. 10 days കൊടുത്തിട്ട് കുറവില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോൾത്തേരിയ ടിഞ്ചർ, സ്റ്റെല്ലേരിയമൈഡ് ടിഞ്ചർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ബിഫോർ ഫുഡ് പിൽസും ആഫ്റ്റർ ഫുഡ് ഡ്രോപ്സും ആക്കി കൊടുത്താൽ മതി. ഗോൾത്തേരിയ പ്രോ ടിഞ്ചർ, സ്റ്റെല്ലേരിയമൈഡ് ടിഞ്ചർ അത് 12 തുള്ളി ഒരു ടീസ്പൂൺ വെള്ളത്തിൽ രാവിലെ രാത്രി നല്ല രീതിയിൽ. മറ്റേത് ബിഫോർ ഫുഡ്, ഇത് ആഫ്റ്റർ ഫുഡ്. അത് പെർസിസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ഇനീഷ്യലി കൊടുത്തിട്ട് മാം കൊടുത്തിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രം ടിഞ്ചറിലേക്ക് പോയാൽ മതി. ഓക്കെ, താങ്ക് യു. നന്ദി അനിത ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ
ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി, നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. നമുക്കിനി 8 മിനിറ്റേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സിനി ബാബു ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. സിനി ഡോക്ടറെ, സിനി ഡോക്ടർ ഹലോ ഹലോ കേൾക്കാം. യെസ് മാം പറഞ്ഞു. എന്റെ കാര്യം തന്നെയാണ്. എന്റെ 2 കൈയുടെയും പത്തി ഇങ്ങനെ മരവിപ്പും കൈ ഇങ്ങനെ ചുരുക്കാനും പറ്റണില്ല. എന്നിട്ട് 2 മോതിരവിരലില്ലേ, ആ 2 വിരൽ ഇങ്ങനെ ഒടിഞ്ഞു. 2 മോതിരവിരലും ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, റേഞ്ച് പോയെന്ന് തോന്നുന്നു. റേഞ്ച് പോയി തോന്നുന്നു. അതോ ഔട്ടായോ നോക്കട്ടെ. അല്ല, സിനി ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, ഡോക്ടർ കേൾക്കാമോ ഡോക്ടറെ? ഒന്നുകൂടെ പറയണേ, കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞേരെ. ഹലോ, 2 വിരലും ഇങ്ങനെ ഇടയ്ക്ക് ഒടിയും. ഹലോ, ഓക്കെ. കേൾക്കാൻ പറഞ്ഞു പറ്റില്ല? മാം കേൾക്കാം. പറഞ്ഞു മാം കേൾക്കാം. 2 വിരലും ഇങ്ങനെ ട്രിഗർ ഫിംഗർ പോലെ വരും, മോതിര വിരല്. എത്ര നാളെ ഇപ്പൊ തുടങ്ങിയിട്ട്? ഇപ്പൊ 1 മാസം. 1 മാസം. ഓക്കെ. അപ്പൊ ഇത് തന്നെ മരവിപ്പുണ്ടോ അതോ വേദനയാണോ? കൈ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ചുരുക്കാനും പറ്റണില്ല, 2 കൈയും. ഇത് പറ്റുന്നില്ല. അപ്പോ അർജന്റമെറ്റ് റൂട്ട ആക്ടിവ സ്പിക്കേറ്റർ പൊട്ടൻസി 200 പൊട്ടൻസി, അർജന്റമെറ്റ് 200, ആക്ടിവ സ്പിക്കേറ്റർ 200, റൂട്ട ഗ്രാവിയോളൻസ് 200. ഇത് 3 രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് വെച്ചിട്ട് കഴിച്ചാൽ മതി. ആക്ടിവ സ്പിക്കേറ്റർ 30 കഴിച്ചു. വലിയ വ്യത്യാസമില്ല, വ്യത്യാസം കാണുന്നില്ല. റൂട്ടയും അർജന്റമെറ്റും ഒന്ന് കഴിച്ചു കൊടുക്കണം. റൂട്ട് അർജന്റമെറ്റും. താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനോ ഇതിനോട് ചേർക്കാനോ ഉണ്ടെങ്കിൽ ചേർക്കാം. 5 മിനിറ്റ് കൂടെ ഉള്ളത്. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്യാം സാറേ. ഡോക്ടർ എറണാകുളത്ത് എവിടെയാണ് ക്ലിനിക്ക്? എനിക്ക് കലൂര്, തോപ്പുംപടി, കറുകപ്പള്ളി. ഡാഡി അവിടെ 2 അടുത്ത്, ഞാനിവിടെ തോപ്പുംപടിയിലാണ്. കലൂരുണ്ടോ? കലൂര് ഡാഡിയുടെ ക്ലിനിക്കാണ്, ഞാൻ ഇരിക്കാറുണ്ട്. ആസാദ് റോഡ്. ഈ ഒബേസിറ്റി നോക്കുന്നുണ്ടോ? ഒബേസിറ്റി മെഡിസിൻ വെച്ചിട്ടാണോ ഡയറ്റ് വെച്ചിട്ടാണോ? മെഡിസിന്റെ ചോദിച്ചേ. ഫൈറ്റോലക്ക, ടിഞ്ചർ, കാൽക്കേരിയ കാർബ്, പൊട്ടൻസി 30, ഇതൊക്കെ തന്നെ. പിന്നെ അത് ആ മെറ്റബോളിസം ജസ്റ്റ് ഒന്ന് ഇനീഷ്യലി ഒബേസിറ്റി ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇനീഷ്യലി ആ ഒരു കേസ് ടേക്കിംഗിൽ നമ്മൾ അവരുടെ ഒരു അഡോളസൻസിനെ പറ്റി ചോദിക്കുക. അപ്പൊ അഡോളസൻ പീരീഡിലൊക്കെ നല്ല സ്പോർട്സിലും ആർട്സിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല മെറ്റബോളിസം ഉണ്ടാവും. അപ്പൊ അവർക്ക് ഡയറ്റിന്റെ ഇത് മാത്രം കൊണ്ട് നമുക്കത് കുറയ്ക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ സമയത്തൊക്കെ വളരെ സെഡൻഡറി ആയിട്ട് ജീവിച്ച ആൾക്കാർ, സ്ലഗ്ഗിഷ് ആയിട്ട് ജീവിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മെറ്റബോളിസം ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കാൽക്കേരിയ കാർബും ഫൈറ്റോലൊക്കെ ഒക്കെ കൊടുത്ത് ഒന്ന് ഇത് ചെയ്യാം. ബേസിക്കലി ഒബീസിറ്റി എനിക്ക് റിസൾട്ട് കിട്ടിയ കേസുകളെല്ലാം നല്ല പ്രോപ്പർ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് എടുത്ത് ഡയറ്റ് ചെയ്തത് മാത്രമേ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഈ സംഭവം അതാണ്, അവർ നമ്മളൊരു റൊട്ടീൻ ഒന്ന് മനസ്സിലാക്കി അവർ നമ്മുടെ അടുത്ത് കള്ളം പറയും. ബേസിക്കലി ഒബീസ് ആയിട്ടുള്ള മിക്ക ആൾക്കാരും അവർ വന്നിട്ട് പറയും അങ്ങനെ ഇങ്ങനെ അതായതാന്നൊക്കെ പറയും. പക്ഷെ റിയാലിറ്റി അതൊന്നും ആയിരിക്കത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യുക, എന്താ പറയാ, ഒന്ന് അവരുടെ കേസ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് കറക്റ്റ് ആയിട്ട് പോകും, അത്രേ ഉള്ളൂ.
ഇനി നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. ബാംബൂസൈറ്റ് എക്സ്പീരിയൻസ് ഉണ്ടോന്നും പിന്നെ ടാഴ്സൽ ടണൽ സിൻഡ്രോം റൈറ്റ് ലെഗ് മെഡിസിൻ ടാഴ്സൽ ടണൽ സിൻഡ്രോം റൈറ്റ് ലെഗ് മെഡിസിൻ പിന്നെ ആക്ച്വലി പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഞാനത് വേണമെന്നുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എനിക്ക് പേഴ്സണലി അതിനെ കുറിച്ച് വലിയ അറിവില്ല. ടാഴ്സൽ ടണൽ സിൻഡ്രോം റൈറ്റ് ലെഗ് കൂടെ ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ കേട്ടായിരുന്നോ? ടാഴ്സൽ ടണൽ സിൻഡ്രോമും ചോദിച്ചിട്ടുണ്ട്. കാൽമിയൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഞാൻ പേഴ്സണലി അത് ട്രീറ്റ് ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ കാൽമിയ റെസ്റ്റോക്സ് കൊടുക്കാമെന്ന്. വ്യക്തിപരമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ല. എന്തായാലും നമുക്ക് ഇനി സമയം 2 മിനിറ്റ് മാത്രമാണുള്ളത്. സിന്നി ഡോക്ടർ റെയിൽവേ സ്പൈൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റെല്ലേരിയ മീഡിയം ബാക്കി കോൾത്തേരിയും ഗുവാക്കും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്, ബോത്ത് സിംറ്റമാറ്റിക്കലി ആൻഡ് ദിസ് തിങ്. പിന്നെ ഈ കണ്ടീഷൻസിനെല്ലാം ഇപ്പൊ മെൻഷൻ ചെയ്ത കണ്ടീഷൻസിനെല്ലാം നല്ലൊരു ഫിസിയോ നമ്മളുടെ ക്ലിനിക്കിൽ ഓൺ കോൾ ആയിട്ട് ഉണ്ടാവുന്നത് വളരെ വളരെ വലിയ വ്യത്യാസങ്ങൾ വരുത്തും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ കണ്ടീഷൻസിന് നല്ലൊരു പ്രോപ്പർ കോമ്പിറ്റന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫിസിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളുടെ ഓയിലും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണലിന്റെ ഒരു പവർ വരുന്നുണ്ട്. അപ്പോ അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഈ മെഡിസിൻ ഗുവാക്കോം സ്റ്റെല്ലേരിയ മീഡിയ ഒക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന വളരെ നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ കാൽക്കേരിയ ഫ്ലോറും നല്ലതാണ്. വെരി ഗുഡ് മെഡിസിൻ ഫോർ സർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് ബംബൂസ. രാജി ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കാൻ. എനിക്കൊരു കേസാണ്. ഒരു 65 വയസ്സുള്ള ഒരു പേഷ്യന്റ് ആണ്. അവര് അവിടെ ഒരു വളക്കട നടത്തുന്ന കക്ഷിയാണ്. പുള്ളിക്കാരൻ എന്തെങ്കിലും വളക്കട നടത്തുന്ന വളമായിട്ട് ബന്ധപ്പെട്ടയാണ്. പക്ഷേ ഷട്ടർ പൊക്കിയോ എന്തെങ്കിലും ഹാർഡായിട്ട് എന്തെങ്കിലും ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ കൈ ഒന്ന് അതങ്ങ് സ്റ്റിഫ് ആവും. എന്നിട്ട് പുള്ളി നല്ല കെട്ടിയൊക്കെ ടൈറ്റ് ബാൻഡ് ചെയ്ത് കിട്ടും. കുറെ അലോപ്പതിയില് കിംസിലൊക്കെ പോയതാണ്. നോക്കിയിട്ട് ഒന്നും ഡയഗ്നോസ് ചെയ്യുന്നില്ല. FOP ഉണ്ടല്ലോ, ഫൈബ്രോ ഡിസ്പ്ലസിയ ഓസിഫിക്കേഷൻ പ്രോഗ്രസീവ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടല്ലോ. നമ്മളെ ഈ ഓസിഫിക്കേഷൻ എല്ലില്ലാത്ത ഭാഗത്ത് ഓസിഫിക്കേഷൻ വരുന്ന ഒരു കണ്ടീഷൻ പോലെ എനിക്ക് തോന്നുന്നത്. പക്ഷേ ഹാർഡായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല റിലീഫ് ഉണ്ട്. ഐറ്റിയാസ്പിക്കേറ്റയും കോസ്റ്റിക്കും ഒക്കെ കൊടുത്തപ്പോൾ റിലീഫ് ഉണ്ട്. അത് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ന് പറയാണ്. ഈ പറഞ്ഞ പോലെ സർ, അർജന്റമെറ്റ് ഈ സാധനത്തിനും അത്യാവശ്യം എഫക്റ്റീവ് ആണ്. ഞാൻ ഇങ്ങനത്തെ ഈ പറഞ്ഞ പോലെ ഈ അൺഡയഗ്നോസിസ് സാധനങ്ങൾക്കൊക്കെ ഞാൻ ബ്ലാങ്കറ്റ് ആയിട്ട് പേഴ്സണലി യൂസ് ചെയ്യാറുള്ളത് അർജന്റമെറ്റ് ആണ്. പിന്നെ മില്ലിഫോളിയം ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് മാത്രമുള്ള സ്ഥിതിക്ക് മില്ലിഫോളിയം 30 എഫക്റ്റീവ് ആണ്. ഒരു സ്ഥലം മാത്രമല്ല, ഇത് വരുന്നത് എല്ലാ ജോയിന്റിലും എവിടെ വേണമെങ്കിലും വരാം. ഇപ്പൊ കൈക്ക് വരാം. കൈക്ക് വരുവാണെങ്കിൽ പുള്ളി അന്നേരം ഒരു ടൈറ്റ് ബാൻഡേജ് ആണ്, നല്ല ടൈറ്റ് ആയിട്ട് കെട്ടും. പിറ്റേന്ന് വരുമ്പോ റിലീഫ്. അപ്പൊ അത് നല്ല റിലീഫ് ഉണ്ട്. എല്ലാ ജോയിന്റിലും എവിടെ വേണമെങ്കിലും വരാമെന്ന്. അത് FOP പോലെ തോന്നുന്നു, പക്ഷെ അവരത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. അത് ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആണല്ലോ. എന്താ സാറേ, എവിടെ തട്ടിയാലും ഇപ്പൊ ഒരു സോഫ്റ്റ് ടിഷ്യൂ തട്ടിയാലും അവിടെ നല്ല ഹാർഡ് ആവുക. നമ്മളെ ഓസിഫിക്കേഷൻ പോലെ വരും, FOP പോലെ. പക്ഷെ ഇപ്പൊ അത് നല്ല റിലീഫ്. ഇല്ലെങ്കിൽ ഷട്ടറൊക്കെ തന്നെ പിടിക്കുമ്പോഴും ചാക്കൊക്കെ വലുതായിട്ട് പിടിക്കുമ്പോഴും മാത്രം ഇപ്പൊ ചെറിയൊരു പെയിൻ വരുന്നു. എങ്കിൽ നല്ല റിലീഫ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇടയ്ക്ക് മെഡോറിനുണ്ട്. കോമോർബിഡിറ്റീസ് ഒന്നുമില്ല, വേറെ ഒന്നിനും മരുന്നെടുക്കുന്നൊന്നുമില്ല. ഇല്ല, ഇതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. പുള്ളി പിന്നെ വെരിക്കോസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ.
പക്ഷെ അതിനൊന്നും മരുന്ന് എടുക്കുന്നൊന്നുമില്ല. അത് ആ രീതിയിൽ നമ്മൾ കൽക്കരി ഫ്ലോറും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പൊട്ടൻസിയം കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. നല്ല ഈ റിലീഫ് ഉണ്ട്. കംപ്ലീറ്റ് മാറിയില്ല എന്നേ ഉള്ളൂ. കേട്ടിടത്തോളം കാലികാർബ് അല്ലെങ്കിൽ ഗുവാക്കം എഫക്റ്റീവ് ആയിരിക്കും തോന്നുന്നു സാറേ. ശരി. ഷാജി ഡോക്ടർ ഒന്ന് ഡോക്ടർക്ക് നന്ദിയും കൂടെ പറയണേ ഡോക്ടറെ. ഷാജി പറയാം. നമുക്ക് സമയം നേരത്തെ ആ ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നില്ലേ, അത് ശരി കൂടുതൽ വരുന്ന നമ്മൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രം പോലെ വരുന്നതിൽ സൈക്ലാമിന് ഒരു നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് കേസിൽ. നമ്മൾ ആ ഏതാ സാറേ? സൈക്ലാമിനും ഓക്സാലിക് ആസിഡും നല്ലതാണ്. പക്ഷെ സൈക്ലാമിൽ നമ്മൾ ഈ ട്രിഗർ ഫിംഗറിനൊക്കെ നല്ല ഇതായിട്ട് മാറുന്നുണ്ട്. അതിൽ തന്നെ മാറും. ബാംബൂ സ്പൈൻ എന്ന് പറഞ്ഞില്ലേ, അതിന് ബെല്ലിസ്പെരിനിക്സ് പറയുന്നുണ്ടല്ലോ, അത് ആ ഒരു മെഡിസിൻ. അത് ഷാജി ഡോക്ടറെ നന്ദി പറയണേ. ഞാൻ കുറെ അവസാനമാണ് കയറിയത് എങ്കിലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാര്യം എല്ലാ ആസ്പെക്റ്റിലും ഒരു സിംറ്റമാറ്റിക് ആണെങ്കിലും അല്ലാത്ത മാനേജ്മെന്റ് ആണ് കൂടുതൽ ആൾക്കാർക്ക് അറിയാത്തത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ഈ റൊമാറ്റിസം പറഞ്ഞാൽ ഒരിക്കലും തരാത്ത ഒരു സബ്ജക്റ്റ് ആണ്. അത് വീണ്ടും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കൂടെ പറയുന്നത് നല്ലതായിരുന്നു കൂടുതൽ. എങ്കിലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി നമ്മൾ അതിനു വേണ്ടി IFPHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. നന്ദി ഷാജി ഡോക്ടറെ. എന്തായാലും ഇത്രയും നല്ല ഒരു ക്ലാസ്, ശരിക്കും നമുക്ക് നല്ലപോലെ പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് നമുക്ക് നൽകിയ അമൽ ചന്ദ്ര പണിക്കൽ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള നല്ല വിഷയങ്ങളുമായിട്ട് ഡോക്ടർ വീണ്ടും വരണമെന്നും കൂടി അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ ഡയറ്റിന്റെ കാര്യത്തിൽ പറയുന്നതും വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇനിയുള്ള നല്ല ക്ലാസ്സുമായിട്ട് വീണ്ടും വരണമെന്ന് അപേക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 1747 സൂം വളരെ ഭംഗിയായി ഇന്നത്തെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്. Good night.